മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 13-ാം തീയതി ഇന്നത്തെ ഒന്നാമത്തെ വായന ഹോസിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത് എന്ന് പ്രവാചകൻ തൻ്റെ മക്കളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ വഴി ഋജുവാണെന്നും കർത്താവിൻ്റെ വഴിയിലൂടെ നീതിമാന്മാർ നടക്കുന്നുവെന്നും എന്നാൽ പാവികൾ ആ വഴിയിൽ നിന്ന് പിന്മാറി തെന്നിമാറി നടക്കുന്നുവെന്നും പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് പ്രവാചകൻ പറയുന്നു, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും നിന്റെ ജീവിതത്തെ ഫലമുള്ളതാക്കി തീർക്കുന്നതും ദൈവമായ കർത്താവാണെന്ന് നീ ഒരിക്കലും മറന്നു പോകരുതെന്ന്. തുടർന്ന് പറയുകയാണ്, വിഗ്രഹങ്ങളുമായിട്ട് നിനക്ക് എന്ത് ബന്ധമാണ് ഉള്ളത്? നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പരിപാലിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് സംരക്ഷണം നൽകുന്നു. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വഴികൾ അത് ഋജുവാണ്. നീതിമാന്മാർ ആ വഴിയിലൂടെ നടക്കുന്നു. പാപികൾ അതിൽ നിന്ന് വഴിമാറി തെന്നിമാറി നടക്കുന്നുവെന്ന പ്രവാചകൻ തന്റെ ഒന്നാമത്തെ വായനയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു നൊയമ്പ് കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ അകൃത്യങ്ങളല്ലേ, നമ്മുടെ കുറവുകളല്ലേ, നമ്മുടെ പാപങ്ങളല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാലിടറാനായിട്ട് കാരണമായത്? സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ മാർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സുപ്രധാനമായ 2 കൽപ്പനകളെ കുറിച്ച് ഈശോ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത്? അതിന് 4 വഴികളാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നീ നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ മനുഷ്യബന്ധത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു മനുഷ്യബന്ധം എങ്ങനെയായിരിക്കും? അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വിശ്വസ്തത ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്, പരസ്പര ബഹുമാനമുണ്ടായിരിക്കും. ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കില്ല. നാലാമത്, പങ്കുവെക്കലിലേക്ക് അത് നയിക്കും. അഞ്ചാമതായിട്ട്, മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കുമെന്ന. ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ സ്നേഹമുള്ള ഒരു വ്യക്തിയോട് എങ്ങനെയൊക്കെയാണ് പെരുമാറുക എന്ന് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ച് പറയുകയാണ്, അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ദൈവസ്നേഹം പ്രായോഗികമാകുന്നത് മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദൂഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നുവെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. കാണപ്പെടുന്ന മനുഷ്യരെ, കാണപ്പെടുന്ന സഹോദരങ്ങളെ, കാണപ്പെടുന്ന കൂടപ്പിറപ്പുകളെ, എന്തിന് നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ സമയബന്ധിതമായിട്ട് ഇടപെടാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നീ കള്ളം പറയുന്നുവെന്നാണ് ഈശോ പറയണേ. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നീ കള്ളം പറയുന്നു. കാരണം നിന്റെ കൂടപ്പിറപ്പുകളെ, നിന്റെ സഹോദരങ്ങളെ, നിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ കള്ളം പറയുകയാണ്.
ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്. ഒന്നാമത്തെ വായനയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത് എന്ന് ഇന്ന് ഹോസിയ പ്രവാചകൻ പറയുമ്പോൾ, നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എവിടെയാണ് എനിക്ക് കാലിടറിയത്? ഒരു നൊയമ്പ് കാലഘട്ടത്തിലൂടെ ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ കാലിടറിയ വഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഋജുവായ വഴിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.